മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി വേൾഡ് TB ഡേ ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ക്ഷയരോഗ വിരുദ്ധ സംഘടനയും ചേർന്നാണ് ഈ ദിനാചരണം നടത്തുന്നത്. 1882 മാർച്ച് 24 ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ആണെന്ന് കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. അതിൻ്റെ 100ാം വാർഷികമായ 1982 മുതലാണ് മാർച്ച് 24 TB ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ക്ഷയരോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ഈ രോഗം പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിനുമാണ് ഈ ദിനാചരണം നടത്തുന്നത്. നൂറ്റാണ്ടുകളായി ലോകമെങ്ങും കണ്ടുവരുന്ന സാംക്രമിക രോഗമാണ് ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ്. ലോകത്തിലെ 100,000 പേരിൽ 370 പേർ ക്ഷയരോഗബാധിതരാകുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ 15 ലക്ഷം പേരാണ് ക്ഷയരോഗ ചികിത്സ നടത്തുന്നത്. ക്ഷയരോഗ ചികിത്സയിൽ ലോകമെങ്ങും വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഒരു രീതിയാണ് ഡോട്ട്സ്, ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഫ്രഞ്ച് ശാസ്ത്രജ്ഞരായ ആൽബർട്ട് കാൽമെറ്റ്, കാമിൽ ഗെറിൻ എന്നിവർ ചേർന്ന് 1908 1921 ഇടയിൽ വികസിപ്പിച്ചെടുത്ത BCG വാക്സിൻ ക്ഷയരോഗ പ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മാർച്ച് 24 പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായി. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ 1947 സെപ്റ്റംബർ 4 ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ച് 1948 ഫെബ്രുവരിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. 120-ൽ 97 സീറ്റോടെ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി വിജയിച്ചു. മാർച്ച് 20 കൂടിയ നിയമസഭയുടെ 1ാം സമ്മേളനം AJ ജോണിനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. മാർച്ച് 24 പട്ടം താണുപിള്ളയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും അന്നുതന്നെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്തു. അന്ന് പ്രധാനമന്ത്രി എന്ന പേരാണ് വിളിച്ചിരുന്നത്. മന്ത്രിസഭയിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 7 മാസത്തിനു ശേഷം പട്ടം രാജിവെക്കുകയും ഒക്ടോബർ 22 പറവൂർ TK നാരായണപിള്ള പ്രധാനമന്ത്രിയായി 2ാമത്തെ മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. മൊറാർജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രിയുമായ മൊറാർജി ദേശായി 1977 മാർച്ച് 24 പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗുജറാത്തിൽ ജനിച്ച് ബോംബെ പ്രവിശ്യയിൽ സിവിൽ സർവീസിൽ പ്രവേശിച്ച മൊറാർജി ദേശായി കുറേ കാലം ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീട് ഗാന്ധിയൻ ആശയങ്ങളിൽ ആകൃഷ്ടനായി 1930 ജോലി ഉപേക്ഷിച്ച് നിയമലംഘന പ്രസ്ഥാനത്തിലും മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളിലും പങ്കെടുത്തു. 1958 62 നെഹ്റു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയും 1967 ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന മൊറാർജി ദേശായി 1969 കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ മന്ത്രിപദം രാജിവെച്ച് പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായി. അടിയന്തരാവസ്ഥ കാലത്ത് ഏകാന്ത തടവിലായിരുന്ന മൊറാർജി ദേശായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രൂപം കൊണ്ട ജനതാ പാർട്ടിയുടെ നേതാവാവുകയും 1977 നടന്ന
തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ഭൂരിപക്ഷം നേടുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. മുത്തുസ്വാമി ദീക്ഷിതർ ജന്മദിനം. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയായ മുത്തുസ്വാമി ദീക്ഷിതർ 1875 മാർച്ച് 24 തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലെ തിരുവാരൂരിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് പിതാവിൽ നിന്ന് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു. പിന്നീട് ചിദംബര യോഗിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം 6 വർഷക്കാലം കാശിയിൽ താമസിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വീണയിലും യോഗാഭ്യാസത്തിലും പരിശീലനം നേടി. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽപ്പെട്ട മറ്റു 2 പേരായ ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളും തെലുങ്കിൽ മാത്രമായി കീർത്തനങ്ങൾ രചിച്ചപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതർ സംസ്കൃതത്തിലും മണിപ്രവാളത്തിലും കാവ്യരചന നടത്തി. സംഗീതത്തിൽ എന്ന പോലെ സംസ്കൃതത്തിലും ആത്മീയതയിലുമുള്ള പാണ്ഡിത്യം ദീക്ഷിതരുടെ രചനകളെ വേറിട്ടതാക്കുന്നു. സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലും വേദാന്തം, ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങളിലും വീണ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും അതിനിപുണനായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതർ 500-ലധികം കൃതികൾ രചിച്ചു. അവയിൽ ഏറെയും സംസ്കൃത ഭാഷയിലുള്ളതും കർണാടക സംഗീതത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധങ്ങളായതുമാണ്. ഹംസധ്വനി രാഗത്തിലുള്ള വാതാപി ഗണപതിം ഭജേഹം എന്നു തുടങ്ങുന്ന കീർത്തനം, നാട്ടരാഗത്തിലുള്ള മഹാഗണപതി മനസാ സ്മരാമി എന്നു തുടങ്ങുന്ന കീർത്തനം, ചക്രവാകരാഗത്തിലുള്ള ഗജാനനയുധം ഗണേശ്വരം എന്നു തുടങ്ങുന്ന കീർത്തനം, നാട്ടരാഗത്തിലുള്ള സാമിനാഥ പരിപാലയാശുമാം എന്നു തുടങ്ങുന്ന കീർത്തനം തുടങ്ങിയവ മുത്തുസ്വാമി ദീക്ഷിതരുടെയും ഒപ്പം കർണാടക സംഗീതത്തിലെ തന്നെയും ഏറ്റവും പ്രചാരമേറിയ കീർത്തനങ്ങളാണ്.